യമനിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ചതായി ഇസ്രായേൽ സൈന്യം. പിന്നാലെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. എന്നാൽ മിസൈലുകൾ തടുത്തെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീഷണി തടയാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ഇസ്രായേൽ അറിയിച്ചു. ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിലെ നിരവധി പ്രദേശങ്ങളിൽ സൈറനുകൾ മുഴങ്ങി. അതേസമയം ഹൂത്തികളുടെ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയുണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഇറാന് സംഭവിച്ചത് എന്താണോ അതേ വിധിയാണ് യമനും ഉണ്ടാകുക എന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്രായേലിനെതിരെ ആരെങ്കിലും കൈ ഉയർത്തിയാൽ ആ കൈ ഞങ്ങൾ വെട്ടിമാറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചൊവ്വാഴ്ച നടന്ന മിസൈൽ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഹൂത്തികൾ ഏറ്റെടുത്തിരുന്നു. ഒരു വിമാനത്താവളത്തെയും മറ്റ് തന്ത്രപ്രധാന ഇസ്രായേലി കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് 4 ഓപ്പറേഷനുകൾ നടത്തിയതായാണ് ഹൂത്തി സൈനിക വക്താവ് യഹിയ സാരി വ്യക്തമാക്കിയിരിക്കുന്നത്. ഗസയിലെ ഫലസ്തീനുകൾക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രായേലിനെ ഹൂത്തികൾ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.